ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ പൗരാണികത, കേരളത്തിലെ സുറിയാനി സമൂഹത്തിന്റെ പൗരാണികതയും യഹൂദരുടെ പെസഹ ആചരണത്തിന്റെ അതേ രീതിയിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ പെസഹ ആചരണം നടക്കുന്നത്. അപ്പോൾ യഹൂദ സമൂഹവുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധം, ഒരുപക്ഷെ മാർത്തോമാ ശ്ലീഹ ഇവിടെ വരുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന യഹൂദ സമൂഹത്തിൽ നിന്നുകൂടെ ഉള്ള വിശ്വാസികൾ ഉൾപ്പെടുന്നതാണെങ്കിൽ, ഈ സഭയുടെ സുറിയാനി ക്രൈസ്തവരുടെ പൗരാണികതയുടെ ഒരു തെളിവും കൂടിയാണ് ലോകത്ത് മറ്റാരും ചെയ്യാത്ത വിധം ഈ ഒരു പെസഹ ആചരണം നമ്മൾ നടത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെയും നമ്മുടെ പൗരാണികമായ വിശ്വാസ കൈമാറ്റത്തിന്റെ ഒരു തെളിവാണ്. അത് കുടുംബങ്ങളിൽ നടക്കേണ്ട ആഘോഷം കൂടിയാണ്. ദേവാലയത്തിൽ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കപ്പെടുന്നു കാർമ്മികന്റെ നേതൃത്വത്തിൽ. എന്നാൽ ഈ പെസഹ ആഴ്ചത്തെ കുടുംബങ്ങളിൽ അപ്പം മുറിക്കുന്നത് അത് വർഷത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് കുടുംബനാഥന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നടക്കേണ്ട സവിശേഷമായ ഒരു ആചാരമാണ്. അപ്പോൾ ഈ ആചാരത്തിന്റെ പിറകിലെ അന്തസത്തയെ, ഒരു പെസഹായുടെ വീടുകളിലാണ് യഹൂദർ ഈ പെസഹ ആചരിച്ചിരുന്നത്. അതേപോലെ തന്നെ വീടുകളിൽ വിമോചനത്തിന്റെ പെസഹ മിശിഹാ ശരീരം മുറിച്ചു നൽകിയതുപോലെ ഈ കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് ഈ പെസഹ അപ്പം മുറിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ പിറകിൽ ഒരുപാട് ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്ന് സാഹചര്യങ്ങൾ മാറുന്നു, വീടുകളിൽ അപ്പം ഉണ്ടാക്കുന്നത് പലർക്കും ഒരു മടിയായിട്ട് മാറുന്നു. പുതിയ തലമുറയിലുള്ളവർക്ക് പെസഹ അപ്പവും പാലും തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം അല്ല ബേക്കറിയിൽ നിന്ന് ഒരു അപ്പം മേടിക്കുന്നു എന്നാകുന്നു, അതല്ലെങ്കിൽ പള്ളിയിൽ പോയി അവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്നതാവുന്നു. വീടുകളിലെ വിശുദ്ധമായ ഒരു പതിവിനെ നമ്മൾ അവഗണിക്കുകയാണ്. അപ്പോൾ ഈ 2000 വർഷത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ ഇവർ രൂപപ്പെട്ട പവിത്രമായ ഒരു ആചാരത്തെ നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളുടെ പേരിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് നമുക്ക് പങ്കുവെക്കാൻ അപ്പോൾ പിന്നെ എന്താണ് ഒരു പാരമ്പര്യത്തിന്റെ ബലമുള്ള ആചരണമുള്ളത്? അപ്പോൾ ഇതിന്റെ പിറകിലെ ആത്മീയതയുണ്ട്, ആചരണത്തിന്റെ പിറകിലെ ആത്മീയതയുണ്ട്. അത് ഒരു സമൂഹത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ പൗരാണികതയുടെ തെളിവായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അഭംഗുരം പാലിക്കപ്പെടാൻ നമുക്ക് അല്പം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഈ പെസഹ അപ്പത്തിന്റെയും പാലിന്റെയും കുടുംബങ്ങളിലുള്ള അത് പങ്കുവെക്കുന്നതിന്റെ ആചരണവും ഒക്കെ നിലനിർത്താനും അത് പങ്കുവെക്കാനും നമ്മൾ നിതാന്തമായ ഒരു ജാഗ്രത കാണിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയൊരു അലസത കൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താം. എന്നാൽ പിന്നീട് എത്ര ശ്രമിച്ചാലും അത് തിരികെ പിടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ഒരു നിതാന്ത ജാഗ്രത കുടുംബങ്ങൾ കാണിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് മാറും.